മനുഷ്യ കഴിവ്, സൃഷ്ടി കഴിവ് വിശദമായി പറഞ്ഞു ഇവിടെ പല പ്രാവശ്യം. പ്രാർത്ഥനയിൽ മനുഷ്യ കഴിവിന് അതീതം, സൃഷ്ടി കഴിവിന് അതീതം എന്നൊക്കെ ഉള്ളത് നമ്മൾ വക മാറ്റി പറഞ്ഞതാണ്. മനുഷ്യ കഴിവിനപ്പുറം പറയേണ്ട ആവശ്യമുള്ളൂ, സൃഷ്ടി കഴിവിനപ്പുറം പറയേണ്ട ആവശ്യമില്ലാതെ നമ്മളിവിടെ വിശദമായി വായിച്ചു. സൃഷ്ടി കഴിവ് എന്ന് എഴുതിയ KM മൗലവിയുടേത്, വക്കം മൗലവിയുടേത്, അമാനി മൗലവിയുടേത്, ഉമർ മൗലവിയുടേത്, PK മൂസ മൗലവിയുടേത്, കുഞ്ഞീദ് മദനിയുടേത്, AP അബ്ദുൽ ഖാദർ മൗലവിയുടേത് തുടങ്ങി എത്രയാണ് നമ്മൾ വായിച്ചത്. എന്താ പ്രതികരണം എന്നറിയോ? കരിമ്പിലാക്കൽ പറഞ്ഞത് അവർക്കൊക്കെ തെറ്റുപറ്റിയില്ല. കേട്ടോ നിങ്ങൾ ഇവിടെ പറയട്ടെ. ഇവിടെ MCC സഹോദരന്മാരുടെ പുസ്തകത്തിൽ ഇങ്ങനെ പരാമർശമുണ്ട്. അങ്ങനെ പല പണ്ഡിതന്മാരുടെയും പല പുസ്തകത്തിലും പല പരാമർശങ്ങളുണ്ട്. ഇതിനൊക്കെയാണ് നമ്മുടെ സമീപനം. എന്താ മൊത്തത്തിലുള്ള സമീപനം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ? നമ്മുടെ മുൻഗാമികളായിരിക്കുന്ന പണ്ഡിതന്മാർ KM മൗലവി, EK മൗലവി, MCC സഹോദരന്മാർ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഈ മൊയ്ദ് മൗലവി, അതുപോലെ വക്കം അബ്ദുൽ ഖാദർ മൗലവി, അങ്ങനെ തുടങ്ങി നമ്മൾ നവോത്ഥാന നായകന്മാർ എന്ന് പറയുന്ന ഒരുപാട് പണ്ഡിതന്മാർ, നേതാക്കന്മാരുണ്ടല്ലോ. ഈ നേതാക്കന്മാരെല്ലാം, ഈ പണ്ഡിതന്മാരെല്ലാം നമ്മുടെ ആദർശം എന്താണ് എന്ന് കൃത്യമായി പറയുന്നതിൽ ഒരേ ശരിക്കാരാ, പ്രമാണങ്ങളുടെ കാര്യത്തിൽ ഒരേ നിലപാടുകാരാ എന്ന് കരുതി അവരെല്ലാം എല്ലാ വിഷയങ്ങളിലും ഒരേ അഭിപ്രായക്കാരാണെന്നുണ്ടോ? മാത്രമല്ല അവരുടെ എല്ലാം കൃതികളിൽ വന്നിരിക്കുന്ന, എഴുതിയിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അതുപോലെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങണമെന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ വിഴുങ്ങുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഈ പറയപ്പെട്ട ഏതെങ്കിലും പണ്ഡിതന്മാരുടെ കൃതികളിൽ നമ്മുടെ പ്രസ്ഥാനത്തിന് യോജിക്കാത്ത വല്ല പരാമർശങ്ങളും ഉണ്ടോ ഇല്ലേ? പറയണം. ഉണ്ടോ ഇല്ലേ? നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് വല്ല പരാമർശങ്ങളും ഉണ്ടോ ഇല്ലേ? അപ്പൊ കണ്ടോ, അവരെ എഴുതിയൊക്കെ പാട് നമ്മളങ്ങ് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങേണ്ട ആവശ്യമില്ല. വേണ്ട, അണ്ണാക്ക് തൊട്ട് വിഴുങ്ങിക്കോളി. അതിന് തയ്യാറുണ്ടോ? ഇവരൊക്കെ എഴുതിയത് ഒന്നാണ്, ഒരാൾക്ക് പറ്റിയ അബദ്ധമല്ല, ഒരു പണ്ഡിതനെ പറ്റിയ അബദ്ധമല്ല. KM മൗലവി മുതൽ വക്കം മൗലവി മുതൽ എല്ലാവരും ഒരേപോലെ എഴുതുന്നു. അതെങ്ങനെ അബദ്ധമാവുക? എന്താ ന്യായം കണ്ടെത്തിയത്? നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് മുതൽ എഴുതിയിരിക്കുന്നില്ലേ, അത് നമ്മൾ സ്വീകരിക്കുന്നില്ലല്ലോ എന്ന പോലെ സൃഷ്ടി കഴിവിനപ്പുറത്ത് ഇത് സ്വീകരിക്കേണ്ട കാര്യമില്ല. 2002 മുതൽ അവരിത് പറഞ്ഞു. 10 കൊല്ലം KNM സ്റ്റേജിൽ വെച്ച് നമ്മളിത് കൃത്യമായി മറുപടി കൊടുത്തു. 2012 സിരി ടവറുകാർ ആശയം മാറ്റി. ഇപ്പോൾ ഓർക്കും ഈ ചോദ്യത്തിന് ഉത്തരമില്ല. സൃഷ്ടി കഴിവ് ഇപ്പോഴും അവർക്ക് ഉത്തരമില്ല. അപ്പോഴാണ് ഓര് പറഞ്ഞത് അത് KM മൗലവിയൊക്കെ പണ്ട് മുസ്ലിയാരായിരുന്നില്ലേ, അന്ന് എഴുതിപ്പോയതാണ്. കേട്ടോ നിങ്ങൾ? വിശുദ്ധത്തിന്റെ ആൾക്കാർ ഈ കാര്യകാരണ ബന്ധങ്ങളെ സൃഷ്ടിയുടെ കാര്യകാരണ ബന്ധം എന്നാക്കിയിട്ട് നമ്മുടെ മുമ്പുള്ള പണ്ഡിതന്മാരെ പാവങ്ങള് നേരെ വാ ഇങ്ങനെ ജിന്നുവാദം വരുന്നെന്ന് അവർക്കറിയില്ല. അവര് മനുഷ്യന്റെ കാര്യകാരണ എന്നതിന് പകരം ആരെങ്കിലും പണ്ഡിതന്മാര് സൃഷ്ടിയുടെ എന്ന് എഴുതി പോയിട്ടുണ്ടാവാം, പറഞ്ഞു പോയിട്ടുണ്ടാവാം. ഖുറാഫികൾ കാണിക്കാറില്ലേ? അൽ മുർഷിദിൽ നബിദിനെ ആഘോഷിക്കണം മുജാഹിദ് നേതാവ് പറഞ്ഞു എന്ന്. ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല, ഞെട്ടേണ്ട കാര്യമില്ല. അൽ മുർഷിദിൽ ഉണ്ടാവും, പഴയ അൽമനാറിലും വന്നിട്ടുണ്ടാവും. ഞെട്ടണെന്തിന്? അവരൊക്കെ മുസ്ലിയാക്കന്മാരല്ലായിരുന്നു. അനസ് മൗലവി മുസ്ലിയാരല്ലായിരുന്നു അല്ലേ? നമ്മുടെ മൗലിമാരൊക്കെ മുസ്ലിയാക്കന്മാരല്ലേ? ഈ ശിർക്കും വിദ്വത്തൊക്കെ ചെയ്തിരുന്നപ്പോ, തൗഹീദിന്റെ വെളിച്ചം കിട്ടിയപ്പോ, ഹിദായത്ത് കൊതിച്ചു തേടിയപ്പോ, അവർ ഖുർആൻ കൂടുതൽ പഠിച്ചപ്പോ, ഹദീസ് പഠിച്ചപ്പോ ഓരോ വിദ്വത്തും കൈയൊഴിക്കായിരുന്നു. 1-ാം തീയതി 1921 ആഗസ്റ്റ് 1-ാം തീയതി മുതൽ ഇന്നിപ്പോ കാണുന്ന പോലെ ആയിരിക്കുന്ന ഡേറ്റ് ഇട്ട് ആയതാ. ഓരോ ദിവസവും ഓരോ മണിക്കൂറും മാറിക്കൊണ്ടിരുന്നു. അറിഞ്ഞത് ഇൽമ് കിട്ടുമ്പോൾ അതിനനുസരിച്ച് മാറി. അപ്പൊ അന്നത് എഴുതിയിട്ടുണ്ടാവും. നമുക്ക് ഒരു പേടിയില്ല. അൽ മുർഷിദിൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ കണ്ടോ സഹോദരൻ, എത്ര ഗൗരവമാണ് ഇതൊക്കെ. KM മൗലവി മുതലുള്ള എഴുതിയൊക്കെ അവരൊക്കെ മുസ്ലിയാക്കന്മാരില്ലായിരുന്നു അന്ന് എഴുതിയതാന്ന് KNMന്റെ പേരിനെ പറയണത്. മുസ്ലിയാരെ കാലത്ത് എഴുതിയല്ല, ജമിയത്തുലമന്റെ പ്രസിഡന്റായ കാലത്ത് എഴുതിയത്. KJU പ്രസിഡന്റായ കാലത്ത് എഴുതിയിട്ട് KJU ആണ് പ്രസിദ്ധീകരിച്ചത്. അദ്ദുആ വൽ ഇബാദ എന്ന പുസ്തകം, അൽവിലായത്തുൽ കറാമ എന്ന പുസ്തകമൊക്കെ KJU ആണ് പ്രസിദ്ധീകരിച്ചത്. അതിലാണ് എഴുതിയത് സൃഷ്ടി കഴിവ് എന്നുള്ളത്. അല്ല മുസ്ലിയാരെ കാലത്ത് എഴുതിയതല്ല. മുസ്ലിയാക്കന്മാർക്ക് ആ വാദമില്ല. മുസ്ലിയാക്കന്മാർക്ക് സൃഷ്ടി കഴിവും മനുഷ്യ കഴിവും ഒന്നും വിഷയമല്ല. ഏത് കഴിവും ആർക്കുണ്ടാകുന്ന ഓരോ പേരും നുണ പറയാ. സഹോദരൻ, ഇതാണ് ഒരു ബേസാണ് വിട്ടാൽ പിന്നെ എല്ലാം തള്ളേണ്ടി വരും. ഇപ്പൊ KM മൗലവി 1-ാമത്തെ പ്രസിഡന്റ് വരെ അത് പണ്ട് മുസ്ലിയാരല്ലായിരുന്നു. തെളിവെന്താ? അനസ് മൗലവി മുസ്ലിയാരില്ലേ? അതേമാതിരിയാണോ KM മൗലവി? ഓ, നല്ല പതി പോയി. രണ്ടും കൂടെ കമ്പയർ ചെയ്യാൻ പറ്റിയ സാധനം.
സഹോദരങ്ങൾ, ഇതൊക്കെ വലിയ അപകടം തന്നെയാണ്. എന്നിട്ട് നമ്മൾ മാറ്റി, നമ്മൾ മനുഷ്യ കഴിവാക്കി, ബലോ യാതൊരു മാറ്റമില്ല. ജാബിർ അഹ്മദിന്റെ ചരിത്ര പ്രസംഗം കണ്ട് MCC മുതൽ KM മൗലവി മുതൽ ഒരു മാറ്റമില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ പോരുകയാണ് കേട്ടോ. നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരിക്കലും ആദർശപരമായ രൂപപരിണാമങ്ങൾ സംഭവിക്കാറില്ല. MCC സഹോദരന്മാർ മുതൽ KM മൗലവി മുതൽ തുടങ്ങി ഏതൊക്കെ പണ്ഡിതന്മാരാണോ ഈ പ്രസ്ഥാനത്തെ നയിച്ചിട്ടുള്ളത്, അവർ പറഞ്ഞിട്ടുള്ള തൗഹീദും ആദർശവും അല്ലാതെ ഈ പ്രസ്ഥാനം എവിടെയും പറഞ്ഞിട്ടില്ല. കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള ഏകദൈവ വിശ്വാസം അത് നിലനിർത്തുന്നതിന് വേണ്ടി മാത്രമാണ് അധ്വാനിച്ചിട്ടുള്ളത്. അപ്പൊ യാതൊരു മാറ്റം വരുത്തിയിട്ടില്ല. ഓരൊക്കെ പറഞ്ഞ അതേപോലെ നമ്മൾ പറഞ്ഞു പോലും. നമ്മൾ തന്നെ കേട്ടല്ലോ, അങ്ങനെ തന്നെയാന്നുള്ളത്. 3151 ഹദീസൊക്കെ തള്ളിയിട്ട KM മൗലവി രംഗത്ത് വന്നത്. ഞാൻ അതിന് ക്ലിപ്പ് നിങ്ങൾ 4000 പറഞ്ഞു, ഇപ്പം എന്തെങ്കിലും കുറച്ച് ചോദിക്കണ്ട, ചിലപ്പോൾ അതോ ക്ലിപ്പിടുക. സഹോദരന്മാരെ, വെറുതെ ഒരു അവകാശവാദം നല്ലത് മറ്റെന്താണ് അത്? എന്നിട്ട് നമ്മളെ പേരിൽ ആക്ഷേപം എന്താ? നമ്മളാണ് മാറ്റിയത്. ഇത് സൃഷ്ടി കഴിവ് നാക്കി നമ്മളാണ്. KM മൗലവി എഴുതിയ അത് മുസ്ലിയാരായിരുന്നു. അമാനി മൗലവി എഴുതി തഫ്സീറിൽ അതോ അത് മുസ്ലിയാരായിരുന്നു എന്ന് പറയോ? ഇത് നമ്മളുണ്ടാക്കിയതാണ്. പറയട്ടെ, ജാബിർ അഹ്മദി തന്നെ. ഓക്കെ കേട്ടു. അപ്പൊ നമ്മൾ മാറ്റിയതാണ്, വിഷ്ടമാണ് മാറ്റി പറഞ്ഞത് എന്ന് നമ്മളെ പേരെ ഇങ്ങോട്ട് ആക്ഷേപമായി ഉന്നയിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മാറ്റിയിട്ടില്ല. ഇവരൊക്കെ പറഞ്ഞ സൃഷ്ടി കഴിവ് അത് അതേപടി പറയാ ചെയ്തത്. എന്തിനാണ് 2002 ഇവര് ഭിന്നിച്ചു പോയപ്പോ ഈ ഭൗതികാഭൗതിക സൃഷ്ടി കഴിവൊക്കെ ഒരു വിഷയാക്കിയപ്പോ അന്ന് MP അബ്ദുൽ ഖാദിർ കരുവമ്പോൽ എഴുതിയൊരു പുസ്തകമുണ്ട്, മുജാഹിദ് പ്രസ്ഥാനവും പുതിയ വിവാദങ്ങളും എന്നൊരു പേജിൽ ഒരു പുസ്തകമുണ്ട്. അതിന് അദ്ദേഹം ഇവർക്കെതിരെ മറുപടി എഴുതാണ്. മടവൂരികൾ 2006 പുറത്തിറക്കിയ ഹദീസ് സമാഹാരത്തിൽ പിശാചിന്റെ ഭൗതികമായ പ്രവർത്തനത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നു എന്ന് പറഞ്ഞിട്ട് സൈനബ ബീവിയുടെ സംഭവം മന്ത്രി ചോദി ഇപ്പൊ കണ്ണെന്ന് വെള്ളമുറിക്കൽ നിന്നു. അത് പറഞ്ഞപ്പോൾ ഇബ്നു മസ്ഊദ് പറഞ്ഞു, അത് പിശാചിന്റെ കണ്ണിൽ കുത്തുക, അത് പിശാചാകുന്നു. അവൻ നീ അനുസരിച്ചാൽ നിന്നവന് വെറുതെ വിടും, നീ അവനെ ധിക്കരിച്ചാൽ വിരൽ കൊണ്ട് അവൻ നിന്റെ കണ്ണിൽ കുത്തും. വാള്യം 1 പേജ് 590 ഹദീസ് സമാഹാരം. എന്നിട്ട് കരുവമ്പോയിലെ ചോദ്യം, സ്വഹീഹ ഹദീസിൽ നിന്നാണ് മടവൂരികൾ ഇത് ഉദ്ധരിച്ചത്. അബ്ദുസ്സലാം സുലമി അസോസിയേറ്റ് എഡിറ്ററായിക്കൊണ്ട് പുറത്തിറക്കിയ പുസ്തകമാണിത്. പിശാച്ച് കണ്ണിൽ കുത്തുമെന്നും കണ്ണുനീർ ഒഴുകുമെന്നുമാണ് ഇതിൽ പറഞ്ഞത്. കണ്ണിൽ കുത്തുമ്പോഴുള്ള നീരൊഴുക്ക് ഭൗതികമാണെന്നറിയാത്ത മന്ദബുദ്ധികൾ മടവൂരികളല്ലാതെ മറ്റാരുമല്ല. അപ്പൊ അന്ന് ഭൗതികമാണ്, ഇപ്പൊ ഭൗതിക ആവശ്യത്തിന് വേണ്ടി അത് അഭൗതികമായി. നമ്മളിത് എല്ലാ സ്ഥലത്തും വായിച്ചു. ഒന്നും നമ്മൾ ചോദിച്ചു വേണ്ട. 2007 വിചിന്തനത്തിൽ വന്ന ലേഖനം ഉണ്ടല്ലോ, അന്നും ഇന്നും എന്നും മുജാഹിദ് നിലപാട് എന്ന് അബ്ദുൽ ഖാദിർ കരുവമ്പോൽ സാഹിബിന്റെ ലേഖനം നമ്മളെ കോഴിക്കോട് ജൂബിലി ഹാള പ്രോഗ്രാമിൽ നമ്മൾ ചോദിച്ചിരുന്നു, ആ ലേഖനം വിചിന്തനത്തിൽ ഒന്നും കൂടെ കൊടുക്കാൻ ധൈര്യമുണ്ടോ? ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞു. ഇതുവരെ കൊടുത്തിട്ടില്ല, ഇതുവരെ കൊടുത്തു കണ്ടിട്ടില്ല. അത് മറിച്ചിടാൻ വേണ്ടിയാണ് പിന്നെ ഇങ്ങോട്ട് കുറെ ചോദ്യം. അത് കഴിക്കണം പിന്നെ വേറെ പറയാം. പക്ഷെ വിചിന്തനത്തിൽ വരട്ടെ, ഞങ്ങൾ കാത്തിരിക്കുകയാണ് ആ ലേഖനം വരുമെന്നത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. എന്താണെങ്കിലും നമ്മളെ സംബന്ധിച്ച് എന്താണോ മുൻഗാമികൾ പറഞ്ഞത് അതേ വിഷയത്തിലുള്ളൂ. അതിനർത്ഥം ജിന്നിനെ വിളിച്ച് തേടാന്നാണോ? അല്ല. യാഴ്ബാധ വിളിക്കാന്നാണോ? അല്ല. അതൊക്കെയാണ് പിന്നെ ആക്ഷേപങ്ങൾ. നമ്മൾ ജിന്നിനെ വിളിക്കാൻ തെളിവുണ്ടാക്കി, യാഴ്ബാധത തെളിവാക്കി, ഇതിന്റെ പേര് പ്രസ്ഥാനം പ്രത്യുയർത്തി എന്നൊക്കെയാണ് പിന്നെ ആക്ഷേപമായി ഉന്നയിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ അസുര ശരിയാണ്. എന്താ ഒരു സംഗതി? പ്രാർത്ഥനയാവരെപ്പോഴാ ഹയ്യും ഹാദിറും ഖാദിറുമായ ശക്തിയോട്, സൃഷ്ടിയോട് ആ കഴിവപ്പെട്ട കാര്യം തേടിയാൽ പ്രാർത്ഥന എന്ന് പറയില്ല എന്നാണ്. അഥവാ ചോദിക്കപ്പെടുന്ന ആളെ ഹയ്യാവണം, ഹാദിറാവണം, ഖാദിറാകണം. അതാണ് ഒരു മനുഷ്യരോട് ചോദിക്കുമ്പോൾ പോലും അവിടെ പാലിക്കപ്പെടേണ്ട കാര്യം. അത് ജിന്നിന്റെ വിഷയത്തിൽ മാത്രമല്ല. ശരിക്കും അങ്ങനെ ഉദാഹരണം ഉണ്ട്. ഹയ്യും ഹാദിറും ഖാദിറും. അപ്പൊ ജിന്നെങ്ങനെ ഹയ്യാകാം, ജിന്നെങ്ങനെ ഹാദിറാകാം? അത് ജിന്നു മാത്രമല്ല. ഇപ്പൊ കാന്തപുരം മുസ്ലിയാരെ എവിടെ ഒരുത്തം വിളിച്ചു തേടിയാലോ ശിർക്കല്ലേ? മൂപ്പര് ഹയ്യാണ്, ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ ഹാദിറല്ല, ഹാദിറല്ല, ഗായിബാണ്. അതേപോലെ ഇനി ഹയ്യല്ല, മയ്യിത്താണെന്നാലോ ശിർക്കാണ്.
ഇനി ഹയ്യുമാണ് ഹാദിറുമാണ്, ഖുദ്റത്തിനപ്പുറമുള്ള തേടിയത്, അല്ലാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യം തേടിയത്, എന്നാലോ അതും ശിർക്കാണ്. കാന്തപുരത്തിനെ മുന്നിൽ കണ്ടപ്പോൾ ഉസ്താദേ എന്നാ ഈമാനോടെ മരിപ്പിക്കണേ എന്ന് പറഞ്ഞു. എന്താ ഹുക്മ്? ശിർക്കാണ്. എന്താ ഹയ്യല്ലേ ഹാദിറല്ലേ? ഹയ്യും ഹാദിറുമാണ്, പക്ഷേ ഖാദിറല്ല. അതാണ് ഇതിലാസ്വദി. ഒരു തേട്ടം പ്രാർത്ഥനയാകാതിരിക്കാൻ ഈ 3 കാര്യം പരിഗണിക്കപ്പെടണം. ഹയ്യാവണം, ഹാദിറാവണം, ഖാദിറാകണം. അപ്പൊ ഹയ്യല്ലാത്തോട് തേടിയാൽ, മയ്യിത്തോട് തേടിയാൽ അത് ശിർക്കാണ്. ഗായിബിനോട് തേടിയാൽ അത് ശിർക്കാണ്. അപ്പൊ ജിന്ന് ഗായിബല്ലേ, അപ്പൊ ശിർക്കാകണ്ടേ? അതേ ജിന്ന് ഗായിബായാൽ ഗായിബാജിന് ശിർക്ക് തന്നെയാണ്. എന്താ സംശയം? നമ്മൾ ഏത് ജിന്നോട് എപ്പോഴും തേടാന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. കരുവമ്പോയിലെ ചോദ്യമുണ്ട്, ജിന്നിനെ പറ്റി അറിയാൻ വഹയൊന്നും വേണ്ട, ജിന്നിനെ പറ്റി അറിയാൻ പ്രമാണമൊന്നും വേണ്ട, അല്ലാത്തത് അറിയുമെന്ന് ഫൈസൽ മുസ്ലിയാക്ക് എവിടുന്ന് കിട്ടിയില്ല? എവിടുന്നും കിട്ടിയിട്ടില്ല, ഞാനത് പറഞ്ഞിട്ടുമില്ല. മൂപ്പര നമ്മളിങ്ങനെ ജിന്നിനോട് എടാ ഫുട്ബോൾ കളിച്ചാൽ വരാണ്ടോ, ക്രിക്കറ്റ് കളിക്കാൻ വരാണ്ടോ എന്നൊക്കെ ചോദിച്ചു നടക്കുന്ന മൂപ്പര ധാരണ. ജിന്ന് നമ്മെ സംബന്ധിച്ച ഗായിബാണ്, ഒരു സംശയവുമില്ല. അലിമദനി ഇവിടെ പറഞ്ഞല്ലോ, ഫൈസൽ മുസ്ലിയാർ കോഴിച്ചെടി വ്യവസ്ഥ പറഞ്ഞു, മനുഷ്യനെ സംബന്ധിച്ച് അത് അഭൗതികമായ ജിന്ന് അതന്നെ പറഞ്ഞത് ഗായിബാണ്. മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യമാണ്, നമ്മൾ കാണുന്നില്ല, നമ്മൾ അറിയുന്നില്ല, നമ്മൾ ഇടപെടാൻ പറ്റുന്നില്ല, ഒരു സംശയവുമില്ല. ഹാദിറായി വന്നാലാണ് പറഞ്ഞത്. അതാണ് PN അബ്ദുൽ കൊടുത്ത കത്തിലുള്ളത്. ഹയ്യും ഹാദിറും ഖാദിറുമായവനോട് ഖുദ്റത്തിൽപ്പെട്ട കാര്യം ചോദിച്ചാലോ അതും ഹറാമാണ്. അത് പ്രാർത്ഥനയല്ല, പക്ഷെ ഹറാമാണ്. ഹയ്യിനോടാണ് ഹാദിറിനോടാണ് കഴിയുന്ന കാര്യമാണ് എങ്കിൽ പ്രാർത്ഥനയല്ല. അത് മനുഷ്യനാണോ ജായിസാണ്, ജിന്നാണോ അത് ഹറാമാണ്. കാരണം ശിർക്കിലേക്കുള്ള വഴിയാണ്. ഇന്ന് ഇത് ചോദിച്ചാൽ നാളെ അതിനപ്പുറം ചോദിക്കും. കൽബവനുമായി ബന്ധമുണ്ടാകും. അപ്പൊ ഈ ഹുദൂർ ഉറപ്പിക്കാൻ നിവൃത്തിയില്ല, ഗായിബായി നിൽക്കും. ഗായിബിനോട് തേടിയാലോ ശിർക്കാണ്. ഗായിബായ ജിന്നോട് തേടിയാൽ ശിർക്കാണ്, ഒരു സംശയവുമില്ല. ഹാദിറായി വരുമ്പോൾ മാത്രമുള്ള വിഷയമാണ്, അതോ അതുപോലും ഹറാമാണ്. അപ്പോഴാ പിന്നെ എങ്ങനെ ഹാദിർ അറിയാം? ശബ്ദം കൊണ്ടറിയാം, ചലനം കൊണ്ടറിയാം, അത്തരം ചില സാഹചര്യം കൊണ്ടറിയാം. നാ ഉറപ്പിക്കാൻ വഴിയുണ്ടോ? കഴിയില്ല, ഉറപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ജിന്ന് ബാധ, പിശാചു ബാധ, സിഹിർ ഇതൊക്കെ ഉറപ്പിക്കാൻ മാർഗമില്ല വിചാരിക്കപ്പെടുന്ന സന്ദർഭത്തിൽ എന്ന് KM മൗലവി അടക്കം എഴുതിയത്. ഇതൊന്നും ആർക്കും തർക്കമില്ല. നമ്മളാരും ജിന്നെ കാക്കനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ട് മൂപ്പര വക TK അഷ്റഫിനെ ക്ലിപ്പ്, എന്താ ജിന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ശിർക്കാവുന്നു. കണ്ടോ, എന്താണ് പോലെ പഴയ ആശയം. ഈ പുതിയ ആശയോ? അതില്ല. അതിനോടൊപ്പോഴും ആശയം അതന്നെ, ഇപ്പോഴും ആശയം. കേട്ടോളെ TK ക്ലിപ്പ്. ഒരിക്കലും തന്നെ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, സഹായം തേടാൻ പാടില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് 17 തവണ നിർബന്ധമായും അല്ലാത്ത സമയങ്ങളിൽ ഐച്ഛികമായും നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണ് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഹിയുദ്ദീൻ ശൈഖിയെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ ഒരിക്കലും തന്നെ ഒരാളോടും സഹായം തേടാൻ പാടില്ല. വിശിഷ്യ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയാത്ത മലക്കാകട്ടെ ജിന്നാകട്ടെ ആ ശക്തികളോട് യാതൊരു നിലക്കുള്ള പ്രാർത്ഥനയും പാടില്ല, സഹായതട്ടം പാടില്ല. പ്രാർത്ഥനയുള്ള സഹായം തേട്ടം പാടില്ല, പ്രാർത്ഥനയില്ലാത്ത സഹായം തേട്ടം പാടില്ല. ഭൗതികമായതും പാടില്ല, അഭൗതികമായതും പാടില്ല. അത് എവിടെ ബുദ്ധിമുട്ടിയാലും പാടില്ല. ചുരത്തിൽ നിന്ന് താഴേക്ക് വിടുകയാണെങ്കിലും ഒരിക്കലും തന്നെ ജിന്നെ കാക്കണേ എന്ന് വിളിച്ചാൽ, മുഹിയുദ്ദീൻ ശൈഖിയെ കാക്കണേ എന്ന് വിളിച്ചാൽ അത് ശിർക്കാണ്, കുഫ്റാണ്. മലക്കെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാണ്, കുഫ്റാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും ഇവിടെ അവകാശമില്ല. ഈ ക്ലിപ്പ് അലിമതിലിട്ടു. എന്നിട്ട് പറയാ, കണ്ടോ ഇതാണ് പഴയ മുജാഹിദ് പ്രസ്ഥാനം, ഇതാണ് പഴയ ആശയം. ഇപ്പൊ ഇതിനൊരു പോയി. എവിടെ പോയി നിങ്ങൾ പറയുള്ളൂ. ഞങ്ങൾ എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, വാദം മനസ്സിലായിട്ടില്ല. ഇനി നോക്കണ്ട, ഈ വാദം മനസ്സിലാത്തോണ്ടോ ഈ ക്ലിപ്പ് ഇടും. അപ്പൊ കണ്ടോ ഗായിബായ ശിർക്കാന്ന് പറഞ്ഞു പോകുന്നത്. അതും ക്ലിപ്പാക്കും. ഇത് തിരിയാത്തോണ്ടാണ്. ഇത് തിരിയാഞ്ഞാൽ നട്ടം തിരിയും. അതിന്റെ ഭാഗം അതൊക്കെ നമ്മളാകെ പറഞ്ഞെന്താണ്, ഏതു പടപ്പാവട്ടെ, ഇൻസാവട്ടെ, ജിന്നാവട്ടെ, ഏതൊരു സൃഷ്ടിയാവട്ടെ, ആ സൃഷ്ടിയോടൊരു തേട്ടം പ്രാർത്ഥനയാകലപ്പോഴാ ഒന്നുകിൽ ഹയ്യാവാതിരിക്കണം, അല്ലെ ഹാദിറാവാതിരിക്കണം, അല്ലെ ഖാദിറാവാത്ത അഥവാ അല്ലാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യമാവണം ചോദിക്കുന്നത്. ഈ 3-1 ഉണ്ടോ അത് ശിർക്കാണ്, പ്രാർത്ഥനയാണ്, ഇബാദത്താണ്. ആള് ജീവിച്ചിരിപ്പുണ്ട്, നമ്മുടെ മുമ്പിൽ ഹാദിറല്ല. അത് ഞാൻ ഉദാഹരണം പറഞ്ഞത്, കാന്തപുരത്തിനോട് ഒരാൾ ഇപ്പം ഇവിടെ തേടി, കാന്തപുരം ഇവിടെ ഇല്ല,
എന്നാലും തേടണമെങ്കിൽ അയാളെ വിശ്വാസം എന്തായിരിക്കും? ഞാൻ ഇവിടെ തേടിയാലും കാണുന്നവർ അവിടുന്ന് കേൾക്കുന്ന. അത് ശിർക്കാണ്. അത് പൊളിക്കാനാ പണ്ട് മുസ്ലിയാക്കന്മാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വീഴാൻ പോകുമ്പോൾ എൻ്റെ അമ്മ എന്ന് വിളിക്കരുത്, അപ്പൊ ശിർക്കാണോ? എൻ്റെ അമ്മ എന്ന് വിളിക്കലുണ്ട്, അത് ഉമ്മ കേൾക്കും വിശ്വാസം ഉണ്ടോ? ഉണ്ടെങ്കിൽ ശിർക്കാണ്. ഇവിടുന്ന് വിളിച്ചാൽ ഉമ്മ അവിടുന്ന് കേൾക്കും, ഉമ്മ അവിടുന്ന് പ്രതികരിക്കും, ഉമ്മ വിചാരിച്ചാൽ എനിക്കിവിടെ ബുദ്ധിമുട്ട് ഞാൻ രക്ഷപ്പെടും എന്ന് വിശ്വാസം ഉണ്ടോ? എങ്കിൽ ശിർക്കായി. ആ വിശ്വാസമാണോ ഉമ്മ എന്ന് വിളിക്കല്? അല്ല. ഇനി മരിച്ചുപോയാൽ തേടിയാലോ? മയ്യിത്താണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, അംവാത്തുൻ ഗൈറു അഹ്യാ വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ. അപ്പം മരിച്ച ജിന്നോട് എന്ത് ചോദിച്ചാലും ശിർക്ക്, എപ്പോൾ ചോദിച്ചാലും ശിർക്ക്, എല്ലാം ശിർക്ക്. കാരണം എന്താ? ഹയ്യല്ല. ഇനിയോ ഖാദിറാവണം, അഥവാ സൃഷ്ടിയുടെ കഴിവിൽ പെട്ട കാര്യമാകണം ചോദിക്കുന്നത്. അല്ലാഹ്ക്ക് മാത്രം കഴിയുന്ന മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാ എന്ന് മുൻഗാമികൾ പരിചയപ്പെടുത്തിയ അസ്ബാബുകൾക്കതീതമായ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായ കാര്യമാണോ എങ്കിൽ ഹയ്യായാലും ശരി ഹാദിറായാലും ശരി ശിർക്കാണ്. അത് ഞാൻ ഉദാഹരണം പറഞ്ഞു. മുമ്പിൽ കാന്തപുരം വന്നു, കാന്തപുരത്തോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ ഈമാനോടെ മരിപ്പിക്കണേ. ശിർക്കാണ്. ആള് ഹയ്യാണ്, ആള് ഹാദിറാണ്, പക്ഷേ ഖുദ്റത്തിനപ്പുറമുള്ള കാര്യമാണ് ചോദിച്ചത്, അല്ലാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യമാണ് ചോദിച്ചത്, അപ്പൊ ശിർക്കാണ്. ഇനി യാ ഇബാദല്ലാ എന്തുകൊണ്ട് ശിർക്കെന്ന് പറഞ്ഞില്ല? യാ ഇബാദല്ലാ ഈ പറയപ്പെട്ടത് നിനക്കുള്ള പ്രാർത്ഥന വരുന്നില്ല. പക്ഷെ ഹദീസ് സ്വഹീഹല്ല. കാരണം ഫൈനലില്ലാഹി ഇബാദൻ ഹാദിറാ എന്ന ഹദീസിലുള്ളത്. അവിടെ ഹാദിറായ അടിമകളുണ്ട്, അവർ മൃഗത്തെ തടഞ്ഞു വെക്കും എന്നാണ് ആ റിപ്പോർട്ടിൽ വന്നത്. അപ്പൊ ഹാദിറാണ് എന്ന് ആ റിപ്പോർട്ടിൽ വന്നു, പക്ഷെ സ്വഹീഹല്ല. അപ്പൊ സ്വഹീഹാണെങ്കിലോ ഹാദിറാന്ന് കിട്ടി, അപ്പൊ ശിർക്കാവോ? ശിർക്കാവൂല. പക്ഷെ അതേ സ്വഹീഹല്ല, അതുകൊണ്ട് നമുക്കിത് പറയാൻ നിർവാഹമില്ല. സ്വഹീഹാന്ന് വിചാരിച്ച് ചെയ്താലോ ശിർക്കല്ല. കാരണം സ്വഹീഹാന്ന ധാരണ ഞാൻ ചെയ്തത്. അതുകൊണ്ട് ഇമാം അഹമ്മദ് ശിർക്ക് ചെയ്തിട്ടില്ല, ഇമാം നബി ശിർക്ക് ചെയ്തിട്ടില്ല, ഇമാം ഷൗക്കാനി ശിർക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ്. കാരണം അവിടെ ഈ പറയപ്പെട്ട അസ്ലാണ് ഉള്ളത്.